UDF-ലെ അസോസിയേറ്റ് അംഗത്വം തള്ളി കേരള കാമരാജ് കോൺഗ്രസ് നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ താൻ NDA വൈസ് ചെയർമാനാണെന്നും UDF നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. താൻ നൽകിയ അപേക്ഷയുണ്ടെങ്കിൽ പുറത്തുവിടാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വെല്ലുവിളിച്ചു. വാക്കുകളിലേക്ക്. ഞാനത് നിഷേധിക്കുകയാണ്. കാരണം ഞാൻ അവർക്ക് അങ്ങനെ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷ പുറത്തുവിടണം. വിഷ്ണുപുരം ചന്ദ്രശേഖരന് UDF-ൽ എടുക്കണമെന്ന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടണം. എനിക്ക് മറ്റൊന്നിലേക്ക് ചാടിപ്പോവാനുള്ള അതിർത്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. മനസ്സുകൊണ്ട് 14 വയസ്സ് മുതൽ ഇപ്പോൾ 62 വയസ്സ് വരെയും ഞാനൊരു സ്വയംസേനാണ്. ആ സ്വയംസേനത്വത്തിൽ തന്നെ ഞാൻ ഉറച്ച് ജീവിക്കുന്നയാളാണ്. എന്നെപ്പോലെ ഒരാൾക്ക് അതിൽ ചെന്ന് എത്തിയാൽ നിൽക്കാൻ എത്ര ദിവസം കഴിയും എന്നുള്ളതൊക്കെ എനിക്കറിയാം. ഞാൻ എല്ലാത്തിനും വ്യക്തമായ അഭിപ്രായം പറയുന്ന ആളാണ്. UDF പ്രവേശനം വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരത്തെ 24-നോട് പറഞ്ഞത്. ആ പ്രതികരണത്തിലേക്ക് കൂടി. അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇന്നുകൂടി അദ്ദേഹം രാവിലെ സംസാരിച്ചതാണ് പ്രധാനപ്പെട്ട ആളുകളുമായിട്ട്. അദ്ദേഹത്തിന്റെ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത് ചെയ്തത്. ഇങ്ങോട്ട് വന്ന് ചർച്ച നടത്തി, ഇങ്ങോട്ട് വന്ന് സംസാരിച്ചിട്ടുണ്ട്, എന്നോട് സംസാരിച്ചിട്ടുണ്ട്, ഞാനുമായി എൻ്റെ കന്റോൺമെന്റ് ഹൗസിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട്, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരോടും അത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ആഗ്രഹമില്ലെങ്കിൽ അദ്ദേഹത്തിന് പോവാം, അത്രയല്ലേ. തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, ഗുഡ് ഈവനിങ്. ഇങ്ങോട്ട് വന്ന് ചോദിച്ചതാണ്, റിക്വസ്റ്റ് കയ്യിലുണ്ട്, ആ റിക്വസ്റ്റ് വേണമെങ്കിൽ പുറത്തുവിടാം എന്ന മട്ടിലായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഒരു പ്രതികരണം. എന്നാൽ തിരിച്ച് അദ്ദേഹം പറയുന്നത്, ഞാൻ ഇന്നുവരെയും ഒരു മനസ്സുകൊണ്ടൊരു സ്വയം സേവകനാണ്, എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാമോ എന്നാണല്ലോ ചോദ്യം. എന്താണ്, എവിടെയാണ് ഒരു പ്രശ്നമുള്ളത്? ഇത് എന്താണ് സംഭവിച്ചത് ശരിക്കും? ഗുഡ് ഈവനിങ് ക്രിസ്റ്റീന. എന്തായാലും UDF-ന് പറ്റിയ വലിയൊരു അബദ്ധമാണ് ഇന്ന് ഇത്തരത്തിൽ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ UDF-ന്റെ അസോസിയേറ്റ് അംഗമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ വാർത്താ സമ്മേളനം. കാരണം UDF-ന്റെ അസോസിയേറ്റ് അംഗമായി തീരാൻ അല്ലെങ്കിൽ അത്തരമൊരു അപേക്ഷ താൻ റിട്ടേൺ ആയി കൊടുത്തിട്ടില്ല എന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറയുന്നു. അത്തരമൊരു അപേക്ഷയുണ്ടെങ്കിൽ പുറത്തുവിടൂ എന്നാണ് പ്രതിപക്ഷ നേതാവിനോടുള്ള വെല്ലുവിളി. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറയുന്ന മറ്റ് കാര്യങ്ങൾ, അതായത് എന്നെ വന്ന് കണ്ടു, അതായത് പ്രതിപക്ഷ നേതാവിനെ കന്റോൺമെന്റ് ഹൗസിൽ വന്ന് കണ്ടു എന്ന കാര്യം വിഷ്ണുപുരം ചന്ദ്രശേഖരനും തള്ളുന്നില്ല. താൻ പോയി കണ്ടിരുന്നു, പക്ഷേ താൻ പോയി കണ്ടത് VSDPയുടെ ഒരു പരിപാടിയിൽ ക്ഷണിക്കാനാണ്. അന്ന് എങ്ങനെ NDA-യിലെ സാഹചര്യം, NDA-യിൽ തൃപ്തനാണോ എന്ന് ചോദിച്ചപ്പോൾ തൃപ്തനല്ല എന്ന് പറഞ്ഞു. അത് താൻ ഇപ്പോഴും പറയുന്നു, താൻ ഇപ്പോഴും NDA-യിൽ തൃപ്തനല്ല. പക്ഷേ അവിടെ നിന്നൊരു ചാട്ടം ചാടി UDF-ലേക്ക് പോകാനാകുമോ എന്ന് ചോദിച്ചാൽ പോകാനാകില്ല എന്നാണ് തൻ്റെ മറുപടി എന്നും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയിരിക്കുന്നു. താൻ 14 വയസ്സ് മുതൽ തന്നെ ഒരു RSS ആണ്, താൻ ഇപ്പോഴും RSS തന്നെയാണ്, സ്വയം സേവകൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് മറ്റൊരു മുന്നണിയിൽ പ്രവർത്തിക്കാനാകുമോ എന്ന് തനിക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല. തനിക്ക് മറ്റൊരു മുന്നണിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. താൻ എന്ത് കണ്ടാലും വിളിച്ചു പറയും. BJP-യിലോ NDA-യിലോ തനിക്ക് പൂർണ്ണ തൃപ്തനല്ല, അതൃപ്തിയുണ്ട്, ശക്തമായ അതൃപ്തിയുണ്ട്. കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം തങ്ങളുടെ സ്ഥാനാർത്ഥികൾ, അതായത് കാമരാജ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചെടുത്ത് വലിയ രീതിയിൽ വോട്ട് കുറഞ്ഞു. BJP അംഗങ്ങളടക്കമുള്ളവർ BJP-യുടെ താമര ചിഹ്നം കണ്ടാൽ മാത്രമേ കുത്തുകയുള്ളൂ, മറ്റ് ചിഹ്നം കണ്ടാൽ കുത്തുകയില്ല. അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം പരിഹരിക്കുമെന്നാണ് തൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ താൻ ഇപ്പോഴും ഒരു NDA വൈസ് ചെയർമാൻ എന്നുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. താൻ മറ്റൊരു മുന്നണിയിലേക്ക് പോയിട്ടില്ല, അത്തരം ഒരു അപേക്ഷയും ആർക്കും കൊടുത്തിട്ടില്ല എന്ന് വ്യക്തമായി ഇപ്പോൾ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറയുന്നു. മറ്റാരെങ്കിലും വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ പേരിൽ കാമരാജ് കോൺഗ്രസിന് വേണ്ടി കത്ത് നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ആരെങ്കിലും കത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അതും പ്രതിപക്ഷ നേതാവിന് പുറത്തുവിടാം എന്നുള്ള മറുപടിയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞത്. എന്തായാലും വിഷ്ണുപുരം ചന്ദ്രശേഖരനെ UDF-ന്റെ അസോസിയേറ്റ് അംഗമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇന്ന് ഒരു ഘട്ടത്തിലുമുള്ള ചർച്ചകൾ നടത്തിയിട്ടില്ല എന്നും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറയുന്നു. താൻ നേരത്തെ തിരുവഞ്ചൂരുമായിട്ടും ഒപ്പം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരോടും NDA-യിൽ നിൽക്കുമ്പോൾ NDA-യിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അവിടെ ലഭിക്കുന്ന അവഗണനകളെക്കുറിച്ചും താൻ തൃപ്തനല്ല എന്നുള്ള കാര്യവും പറഞ്ഞിരുന്നു. പക്ഷേ മുന്നണിയിലേക്ക് വരാമെന്നുള്ള ഒരു ഉറപ്പും ആർക്കും നൽകിയിട്ടില്ല എന്നാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വ്യക്തമാക്കുന്നത്. ക്രിസ്റ്റീന, ഉമേഷ് അവിടെ തന്നെയാണ്, ഉമേഷ് പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെയാണ്. അതായത് NDA-യിൽ പ്രശ്നങ്ങളുണ്ട്, അതൃപ്തിയുണ്ട്, അവഗണനയുണ്ട്. ഈ ഘട്ടത്തിൽ NDA-യിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും എന്ന് പറയുമ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിൽ UDF-ന് ആ മട്ടിലൊരു സൂചന ലഭിച്ചിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ടോ?
അത് തള്ളിക്കളയാനും കഴിയില്ല. കാരണം വിഷ്ണുപുരം ചന്ദ്രശേഖരനാണ് ആ വ്യക്തി. വിഷ്ണുപുരം ചന്ദ്രശേഖർ പലപ്പോഴും പല ഘട്ടങ്ങളിൽ പല ആളുകളുമായി എല്ലാം സഹകരിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ആളാണ്. പല മുന്നണികളുമായി സഹകരിച്ച് പോയിട്ടുള്ള ആളാണ്. മുൻപ് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്തെല്ലാം PC ജോർജ് സ്വന്തം നിലയിൽ പാർട്ടിയുമായി വന്നപ്പോൾ അവിടെയും സഹകരിച്ച ആളായിരുന്നു. അത്തരത്തിൽ ആരുമായും രാഷ്ട്രീയ വിരോധമൊന്നുമില്ല. രാഷ്ട്രീയമായ കൂട്ടുകെട്ടിന് അപ്പോഴും അദ്ദേഹം തയ്യാറാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. എന്നാൽ അദ്ദേഹം ഒരു RSS ആയിരുന്നു എന്നുള്ള കാര്യവും വസ്തുതയാണ്. ദീർഘകാലം RSS പ്രവർത്തകനായിരുന്നു. അതിനുശേഷമാണ് VSDP, അതായത് ഹിന്ദു നാടാർ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന VSDP എന്ന ജാതി സംഘടനയുമായി മുന്നോട്ട് വരുന്നത്. അതിനുശേഷമാണ് കാമരാജ് കോൺഗ്രസ് എന്നുള്ള രാഷ്ട്രീയ പാർട്ടി, അത് VSDPയുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ VSDPക്ക് ഒരു രാഷ്ട്രീയ മുന്നണികളുമായി ഒരു വിരോധവുമില്ല, എന്നാൽ BJPയുമായി അകന്നു നിൽക്കുന്നു എന്ന് ഒരു ഭാഗത്ത് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ തന്നെ പറയും. ഇപ്പുറത്തെ ഭാഗത്ത് താൻ BJP, തൻ്റെ ഘടകകക്ഷി രാഷ്ട്രീയ പാർട്ടിയായ കാമരാജ് കോൺഗ്രസ് BJPയുമായി അല്ലെങ്കിൽ NDയുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നും പറയും. ഈ രീതിയിലുള്ള നിലപാടുകളെല്ലാം എല്ലാ ഘട്ടങ്ങളിലും സ്വീകരിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഒരുപക്ഷെ ഉറപ്പ് എല്ലാം ലഭിക്കാനും സാധ്യതയുണ്ട്, ഒരുപക്ഷെ ചർച്ചകൾക്ക് സാധ്യതയുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ റിട്ടേൺ ആയിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആ അപേക്ഷ പുറത്തു വിടുമ്പോൾ മാത്രമേ നമുക്ക് അതിലൊരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇക്കാര്യം ഈ ചർച്ച നടത്തി, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ആയ രമേശ് ചെന്നിത്തല, VD സതീശൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരുമായി ചർച്ച നടത്തി എന്നുള്ളതും NDAയിൽ തനിക്ക് അതൃപ്തി ഉണ്ടെന്നും NDAയിൽ അവഗണന ഉണ്ട് എന്നുള്ള കാര്യവും സംസാരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു അവിശ്വസിക്കേണ്ട, പ്രതിപക്ഷ നേതാവിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതിൽ സംഭവിച്ചത് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇത്തരത്തിൽ ഒരു അസോസിയേറ്റ് മെമ്പറായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അസോസിയേറ്റ് മെമ്പറായി ഇരിക്കാൻ തങ്ങൾക്ക് തയ്യാറാണോ എന്നുള്ള ഒരു ആശയവിനിമയം ഇവിടെ നടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരമൊരു ആശയവിനിമയത്തിന് ശേഷമാണ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയാൽ അദ്ദേഹം ഈ വളരെ വേഗത്തിൽ ഇത്തരമൊരു നിഷേധിക്കുന്ന രീതിയിലേക്ക് എത്താനുള്ള സാധ്യത കുറവായിരുന്നു എന്ന് വേണം മനസ്സിലാക്കുന്നത്. എന്തായാലും നാളെ കാമരാജ് കോൺഗ്രസിന്റെയും VSDPയുടെയും ഒരു നേതൃയോഗം നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അതിൽ എല്ലാ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് മുന്നണിയിൽ നേരിടുന്ന പ്രശ്നങ്ങളടക്കമുള്ളവ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ക്രിസ്റ്റീന. ശരി, ഒരു വാർത്താ സമ്മേളനം നടത്തി പ്രതിപക്ഷ നേതാവ് അത്തരത്തിലൊരു ആശയവിനിമയമില്ലാതെ, യാതൊരു സൂചനകളുമില്ലാതെ, ചർച്ചകളില്ലാതെ അത്തരത്തിലൊരു കാര്യം പ്രഖ്യാപിക്കുമോ എന്നൊരു കാര്യത്തിൽ ഒരു ചോദ്യം നിലനിൽക്കുമ്പോൾ തന്നെ ഇക്കാര്യത്തിലുള്ള അവ്യക്തതകൾ അത് വ്യക്തമാക്കുകയായിരുന്നു ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.